തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ജോസഫച്ചൻ പറയുന്ന പോലെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പരിശുദ്ധ അമ്മേ എന്നെ അവിടുത്തെ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് ജിജി പൂതക്കരി. ഞാൻ ചിക്കാഗോയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പിള്ളേർ, പിന്നെ എൻ്റെ ഗ്രാൻഡ് ബേബീസ്. ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജാനുവരിയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു കൃപാസനത്തെപ്പറ്റി. എല്ലായിടത്തും മാതാവുണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ജിജി പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ അങ്ങനെയാണ് പിന്നെ ഞാൻ ഇവിടെ വരുന്നതും ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടി എടുത്തതിന് ശേഷം ഉണ്ടായ അത്ഭുതങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ പരമ്പരയാണ് എൻ്റെ കുടുംബത്തിൽ നടന്നത്. ആദ്യമായിട്ട് ഒരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ മൂത്ത മോൻ്റെ വൈഫ് ലിൻഡ, പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിരുന്നു കഴിഞ്ഞപ്പം AFP പോസിറ്റീവായിട്ട് വന്നു. അപ്പം പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനോട്, ഞാൻ അമേരിക്കൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എനിക്കറിയാമായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ആദ്യത്തെ ഉടമ്പടിയായിരുന്നു. അത് കഴിഞ്ഞു കൂടാതെ 6 മന്ത്സ് ആയപ്പോൾ ബാഗ് ബ്രേക്ക് ചെയ്തു. 6 മന്ത്സ് ബാഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേബി ഉണ്ടായാൽ യൂഷ്വലി 48 അവേഴ്സിനുള്ള ബേബി ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞു, മാതാവേ 6 മാസത്തിൽ ഈ കൊച്ചുണ്ടായി കഴിഞ്ഞാൽ അതിനെ ഇൻക്യുബേറ്റ് ചെയ്യേണ്ട വരും, പിന്നെ നിയോനാറ്റൽ നഴ്സറിയിൽ ഇടേണ്ടി വരും, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എൻ്റെ മാതാവ് ഈ കുഞ്ഞിനെ 2 മാസവും കൂടെ എങ്ങനെയെങ്കിലും വയബിൾ ആകുന്നോടം വരെ യൂട്രസിൽ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ മാതാവ് 35 വീക്സിൽ വരെ മാതാവ് ഈ കുഞ്ഞിനെ, ഈവൻ ദോ ദർ വാസ് ലീക്കിംഗ്, യൂട്രസ് ഹെൽഡ് ദ ബേബി ആൻഡ് ദ ബേബി വാസ് ബോൺ ഡെലിവേർഡ് ആഫ്റ്റർ 35 വീക്സ് ആൻഡ് വി ഗോട്ട് എ നോർമൽ ഹെൽത്തി ബേബി. അതാണ് ഞങ്ങളുടെ ബേബി. അവന് നോർമലായിട്ടുള്ള ഒരു കുഞ്ഞിനെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അത് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ രണ്ടാമത്തെ മോന്, അവന് ബോസ്റ്റണിലാണ്, MSW സോഷ്യൽ വർക്കറാണ്. അവന് ഒരു സ്പെഷ്യൽ എക്സാം ഉണ്ടായിരുന്നു. അതിൻ്റെ ജോലിയുടെ റിക്വയർമെൻ്റ് ആയിരുന്നു സ്പെഷ്യൽ എക്സാം. അത് 2 പ്രാവശ്യം എഴുതിയിട്ടും അതങ്ങ് പാസ്സാകുന്നില്ല. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ തോറ്റു പോവുക. അത് കഴിഞ്ഞപ്പോൾ ഈ December 3 അല്ല January 3, ദാറ്റ്സ് ടുമോറോ, നാളെ അവന് സർട്ടിഫിക്കറ്റ് അവിടെ ചെന്നില്ലെങ്കിൽ തിരിച്ച് ചെല്ലുമ്പോൾ ജോലി കാണുകയില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, മാം ഐ ലുക്സ് ലൈക്ക് I don't think I'll pass because I failed 2 times. I don't know what to do എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ വിഷമിക്കണ്ട, കീപ്പ് ഓൺ സ്റ്റഡിയിങ് ആൻഡ് ഡു വൺ തിങ്. ഞാൻ കൃപാസന ഡെയിലി ബ്രെഡിൻ്റെ ഇത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം കൊച്ചിന് ഇവർക്ക് ആർക്കും മലയാളം അറിയാൻ മേല, എഴുതാനും വായിക്കാനും മലയാളം അറിയാൻ മേല. അമേരിക്കൻ ബോൺ പിള്ളേരാണ് ഇവരൊക്കെ. അപ്പം ഞാൻ എന്നിട്ട് മലയാളത്തിലുള്ള ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പറയും, മോനെ ഇത് കേട്ടിട്ട് എന്നുവെച്ച് ബ്ലസ്സഡ് മദറിനോട് പറയണം, വാട്ട് ഓൾ തിങ്സ് യു നീഡ്, എക്സാം പാസ്സാക്കണമെന്ന് ബ്ലസ്സഡ് മദറിനോട് പറഞ്ഞാൽ മതി. മദർ മേരി അണ്ടർസ്റ്റാൻഡ്സ് ഇംഗ്ലീഷ് ഓൾസോ, അതുകൊണ്ട് യു ക്യാൻ പ്രേ ടു ഹെർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഞാനിത് അയച്ചു കൊടുത്തു. അവനത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ഈ അമേരിക്കയിൽ നിന്ന് പോരുന്നേ. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, അമ്മേ കൊച്ചിനെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, ഞങ്ങൾ നാട്ടിലേക്ക് വരുവാണ്, അമ്മയെ കൊച്ചിനെക്കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കണം, അതുകൊണ്ട് അവനെ ജയിപ്പിക്കണേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവൻ എക്സാം എഴുതാനിരുന്നു. അപ്പോൾ എനിക്ക് ജോലിയായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി മോൻ്റെ മാതാവിൻ്റെ രൂപവും അതുപോലെ തന്നെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും കൊണ്ടുപോയി കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചേക്കണം എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് അതുപോലെ തന്നെ ചെയ്തു. ഇവൻ എക്സാമിനിരുന്നു.
അരമണിക്കൂറിനകം ഒരു 45 മിനിറ്റ്സ് ആയപ്പോഴത്തേനൂടെ എല്ലാം ഇതായി. കൊച്ചിറങ്ങി വന്നു. അവൻ പറഞ്ഞു മാമായി പാസ്റ്റ് എന്നും പറഞ്ഞ് ഇറങ്ങി വന്നു. സോ ഇറ്റ് ഈസ് എ ബിഗ് മിറക്കിൾ ആൻഡ് ഹീ ഫെയിൽ ട്വൈസ് ആൻഡ് ദ തേർഡ് ടൈം ഹീ പാസ്ഡ്. സോ വെൻ ഹീ ഗോസ് ബാക്ക് ദെയർ ദർ ഇസ് ഹീ ക്യാൻ കണ്ടിന്യൂ ദ സെയിം ജോബ്. അങ്ങനെ അവന് പരീക്ഷ പാസ്സായി. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മൂന്നാമത്തെ മോളുടെ കല്യാണം ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആയിരുന്നു. അത് പോർച്ചുഗലിലായിരുന്നു നടന്നത്. അപ്പം ഞങ്ങൾ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റിന് പോയി. ന്യൂജേഴ്സിയിൽ നിന്നാണ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് പോർച്ചുഗലിനുള്ളത്. ഞങ്ങൾ ധൃതി വെച്ച് പോയതാണ്. ഞങ്ങളുടെ ബൈ മിസ്റ്റേക്കിൽ എൻ്റെ ഹസ്ബൻഡ് റോങ് ഹാൻഡ് ക്യാരി എടുത്തുകൊണ്ട് പോയി. ഞങ്ങളുടെ ഹാൻഡ് ക്യാരിക്കകത്തായിരുന്നു മോളുടെ മന്ത്രകോടി, മോൾക്കിടാനുള്ള ഡ്രസ്സുകൾ, എനിക്ക് കല്യാണത്തിന് കൊടുക്കാനുള്ള സാരികൾ, ഹസ്ബൻഡിൻ്റെ സൂട്ട്, ഇതെല്ലാം ഇത് ഞങ്ങൾ അറിയാതെ വേറൊരാളുടെ ബാഗ് ഞങ്ങൾ അറിയാതെ എടുത്തുകൊണ്ട് പോയി. അത് ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ പോർച്ചുഗലിൽ ചെന്ന് പിന്നെ കഴിഞ്ഞപ്പം ഈ ഞങ്ങളുടെ ബാഗ് എടുത്തുകൊണ്ട് പോയ മനുഷ്യൻ യുണൈറ്റഡിനെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു റോങ് ബാഗാണ് കിട്ടിയിരിക്കുന്നത്, പെട്ടിയാണ് കിട്ടിയിരിക്കുന്നത്, അത് ആരോ കല്യാണത്തിന് വേണ്ടി പോകുന്നതാണ്, സാരികളായിരിക്കുന്ന മുഴുവനും. അപ്പം പറഞ്ഞു പിന്നെ ഇത് അവർക്ക് അത്യാവശ്യമായിട്ട് കൊടുക്കണം വീക്കെൻഡ് എന്ന് പറഞ്ഞു. അവർ പിന്നെ യുണൈറ്റഡുകാർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾക്കും എന്നിട്ടും മനസ്സിലാകുന്നില്ല പിന്നെ ഇങ്ങനെ ഞങ്ങളുടെ പെട്ടി മിസ്സായി എന്നുള്ളത് പോലും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഞാൻ ഇവർ പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഓടിച്ചെന്ന് പെട്ടി തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് 2 പാൻസും 2 ഷർട്ടും ഉണ്ട്, വേറെ ഒന്നുമില്ല. എൻ്റെ മോളുടെ കൊടുക്കാനുള്ള കല്യാണത്തിൻ്റെ ഒന്നുമില്ല. സോ അതിൻ്റെ പിറ്റേ ദിവസം കല്യാണമാണ് കൊച്ചിൻ്റെ. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ മെറിറ്റെല്ലാം തീർന്നു. ഇനിയിപ്പം ഞങ്ങൾ യൂറോപ്പിൽ കിടക്കുന്നു, ഞങ്ങളുടെ സാരി ന്യൂജേഴ്സി കിടക്കുന്നു USA. ഞങ്ങൾ എന്ത് ചെയ്യും? എൻ്റെ മെറിറ്റ് തീർന്നു. ഇനി പിന്നേ ഉള്ളൂ മാതാവിൻ്റെ ഇനി ഗ്രേസേ ഉള്ളൂ. ഞാൻ പറഞ്ഞു അമ്മേ, എനിക്ക് ആകെ ഒരു പെങ്കൊച്ചേ ഉള്ളൂ, എനിക്ക് അവളെ എൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ ആഗ്രഹം പോലെ നന്നായിട്ട് ഒരുക്കി എനിക്കിഷ്ടമുള്ള സാരി ഇവിടുത്തെ എന്നെ കുഞ്ഞിനെ എനിക്ക് ഇറക്കി വിടണം. അമ്മ എൻ്റെ സാരി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ വാശി പിടിച്ചു അമ്മയോട്. ഞാൻ സങ്കടപ്പെടുകയല്ല ചെയ്തത്, ഞാൻ വാശി പിടിക്കുമോ ഇത്. എനിവേ മിറക്കിൾ സംഭവിച്ചു തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും സെയിം റൗട്ടിൽ കൂടെ വരുന്നുണ്ടായിരുന്നു കല്യാണത്തിന് ഇവിടുത്തെ പോർച്ചുഗലിന്. അപ്പം കുരുത്തവും കൊണ്ട് അവർ വന്ന ഫ്ലൈറ്റ് യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റ് ലേറ്റായിരുന്നു. എങ്കിലും ഈ മാതാവിന് പ്ലെയിൻ ഓടിക്കാൻ അറിയാവുന്ന എനിക്കറിയാൻ മേലായിരുന്നു. ഈ സാധാരണ യുണൈറ്റഡിൻ്റെ ഫ്ലൈറ്റ് ടെർമിനൽ 2 വന്നിറങ്ങുന്നത്. പക്ഷേ ഈ പോർച്ചുഗലിലുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് 12 ഈ പെട്ടി ഈ എൻ്റെ അനിയത്തി വന്ന ഫ്ലൈറ്റ് കൃത്യം കൊണ്ടുവന്ന ഈ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് പോരുന്ന അവിടെ തന്നെ കൊണ്ടുപോയി മാതാവ് കൊണ്ടുപോയി ഇറക്കി. അപ്പം അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇവർ ഓൾറെഡി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ഞങ്ങളുടെ പെട്ടി കൊണ്ടുപോയവരോട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കൊണ്ടുവന്ന് ഈ പെട്ടി കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അവരത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ എയർലൈൻസുകാർക്ക്. അപ്പോൾ അത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കൃത്യം ആ പെട്ടി അവിടെ കൊണ്ടുവന്ന് പ്ലെയിൻ അവിടെ കൊണ്ട് ഇറങ്ങിയത് കൊണ്ട് എന്നെ അനിയത്തി വേഗം ഓടിച്ചെന്ന്, അനിയത്തി ഹസ്ബൻഡും കൂടെ ഓടിച്ചെന്ന് ആ പെട്ടി എടുത്തു. അതുവരെ മറ്റേ പോർച്ചുഗലിൻ്റെ ഫ്ലൈറ്റ് മാതാവ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൾ ഓടിച്ചെന്ന് ആ ഫ്ലൈറ്റിൽ ചെന്ന് കയറി അവൾ തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോർച്ചുഗലിൽ വന്നിറങ്ങി. ഞങ്ങൾ പെട്ടി ആദ്യമേ ലൂർദിലെ പോർച്ചുഗലിലെ ഫാത്തിമ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ആ പെട്ടി കൊടുത്ത് ബ്ലസ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ആ ശനിയാഴ്ച കല്യാണം നല്ല മംഗളമായിട്ട് ദൈവം എൻ്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ കൊച്ചിനെ നന്നായിട്ട് ഇറക്കി കല്യാണം നന്നായിട്ട് നടത്താനായിട്ട് എനിക്ക് സാധിച്ചു. ഇത് 3 മെയിനായിട്ടുള്ള എൻ്റെ സാക്ഷ്യമാണ്. അതുപോലെ ചെറിയ ചെറിയ കാര്യം പോലും മാതാവ് എനിക്ക് അനുഗ്രഹം തരുന്നുണ്ട്. ഇത് എല്ലാവരും ഇതിൽ വിശ്വസിക്കണം. ഇപ്പം കൃപാസനത്തിൽ ഞാൻ പറയുന്ന കൃപാസനത്തിൽ ഇപ്പം അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് നടക്കുന്നത്. എല്ലാവരും ഇവിടെ വന്ന് ഈ അനുഗ്രഹ പെരുമഴ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക, എല്ലാവരും ഇത് സ്വീകരിക്കുക. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അച്ഛന്മാരൊക്കെ ധ്യാനിപ്പിക്കാൻ വേണ്ടി അവിടെ വരും. ചിക്കാഗോയിലൊക്കെ വരുമ്പോൾ ഞാനിങ്ങനെ അച്ഛന്മാരുടെ കയ്യിൽ അവർക്കൊക്കെ ഞാൻ പൈസ കൊടുത്തു വിടും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഇങ്ങനെ അച്ഛന്മാർക്കും അതുപോലെ അവർ വരുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തു വിടും. അങ്ങനെ പിന്നെ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ഉദാരമായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാനും ഹസ്ബൻഡും
ഇത് ചെയ്തു. പിന്നെ ഇതിൻ്റെ വേറൊരു നേട്ടമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ഞാൻ ചിലപ്പം മറന്നുപോയാൽ എൻ്റെ ഹസ്ബൻഡ് പറയും നമുക്ക് പ്രാർത്ഥന ചൊല്ലിയില്ലല്ലോ എന്ന് പറഞ്ഞ് എത്ര ടയേർഡാണെങ്കിലും പുള്ളിക്കാരന് ഇരുന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ വൈകുന്നേരവും പുള്ളിക്കാരന് പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഇപ്പോൾ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുത്തു, ഞങ്ങൾ കുറച്ചുകൂടെ ദൈവത്തെങ്കിലേക്ക് അടുത്തു എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ട് സാക്ഷ്യം പറയുന്നു. താങ്ക് യു വെരി മച്ച്. ആത്മീയമായിട്ട് ഞങ്ങൾ എന്നും പള്ളിയിൽ പോകും, ഞാനും ഹസ്ബൻഡും എന്നും പള്ളിയിൽ പോകും. അതുപോലെ കുമ്പസാരം ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കുമ്പസാരിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പിന്നെ ഞാൻ ജോലിയിൽ എൻ്റെ പേഷ്യൻസിന് മരിക്കാറാവുമ്പോൾ അതുങ്ങളുടെ കയ്യെ പിടിച്ച് ഞാൻ അതുങ്ങളോട് പ്രാർത്ഥിക്കും, അതുങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കും. എന്നുവെച്ചാൽ ഞാൻ അതുങ്ങൾക്ക് കൊന്ത കൊണ്ടുപോയി കൊടുക്കും. പേഷ്യൻസിന് മരിക്കാറൊക്കെ ആയി കഴിയുമ്പം ഇതുങ്ങൾക്കൊന്നും കൊന്തയൊന്നും അതുങ്ങൾക്ക് ഇല്ലല്ലോ എന്ന്, പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നിന്ന് വരുന്ന പേഷ്യൻസിനൊക്കെ അതും കടയിൽ കൊന്തയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊന്ത കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇതുങ്ങൾ മരിക്കാൻ നേരത്തെ എനിക്കിട്ടും ഇങ്ങനെ നോക്കി അതും അങ്ങനെ ഒത്തിരി പേരെ ദൈവത്തെങ്കിലേക്ക് അവസാന നിമിഷം നല്ല കള്ളനെ പോലെ അവസാനം എനിക്ക് ദൈവത്തെങ്കിലേക്ക് തിരിക്കാനുള്ള ഒരു അവസരം ദൈവം തന്നു. ഞാൻ മെഡിക്കൽ ICUവിൽ ഇൻറ്റൻസീവ് കെയറിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഒത്തിരി പേഷ്യൻസ് മരിച്ചു. പക്ഷേ അവരെ ആരെയും ഞാൻ വെറുതെ വിട്ടില്ല. എല്ലാവരോടും ഈശോയെയും പരിശുദ്ധ അമ്മേനെയും പരിചയപ്പെടുത്തി അവരെ ദൈവത്തെങ്കിലേക്ക് മാറ്റിയിട്ടാണ് അവരൊക്കെ മരിച്ചത്. അതിലെനിക്ക് വളരെ കൃതാർത്ഥയാണ് ഞാൻ ആ കാര്യത്തിൽ. എല്ലാത്തിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ജനനം മുതൽ ഞാൻ അങ്ങേ ആഗ്രഹിച്ചു, മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് അങ്ങാണ് എന്നെ എടുത്തത്. ഞാൻ എപ്പോഴും അങ്ങയെ സ്തുതിക്കും. സങ്കീർത്തനം 71:6. നമ്മുടെ ജീവിതം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന് നമ്മളെപ്പറ്റി ഒരു കരുതലും ഒരു പദ്ധതിയുമുണ്ട്. നമ്മൾ സ്വയം ആരംഭിച്ചതല്ല നമ്മുടെ ജീവിതം, ദൈവത്തിൻ്റെ കരുതലിലാണ് ആ തുടക്കം. ബാല്യകാലം മുതൽ ഇന്നേ വരെ നമ്മുടെ കൈപിടിച്ച് നടത്തുന്ന ഒരു നല്ല ദൈവവും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല അമ്മയുമാണ് ഈ ആലയത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ജിജി എന്ന സഹോദരിയും കുടുംബവും നമ്മളോട് പറഞ്ഞ സാക്ഷ്യത്തിലും അതുതന്നെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ പദ്ധതിയും അമ്മയുടെ ഒരു സഹായവും അമ്മയുടെ അനുഗ്രഹവുമാണ് ഇവിടെ കുടുംബത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മോൻ്റെ വൈഫിൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് 6 മാസമായപ്പോൾ തന്നെ ബാഗ് ബ്രോക്കായി. ഈശോയും അമ്മയും അവരെ കരുതി സംരക്ഷിച്ച് അവരെ ഒരു നല്ല നോർമൽ ബേബിയെ തന്ന് അവരെ അനുഗ്രഹിക്കുകയാണ്. പിന്നെയാണ് മകൻ്റെ MSWയുടെ സ്പെഷ്യൽ എക്സാമിനും സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നാളെ ലാസ്റ്റ് ഡേ ആണ്. മോൻ പറയുന്നുണ്ട്, എൻ്റെ മെറിറ്റ് അല്ല, ഇത് കർത്താവിൻ്റെ ഒരു ഈശോയുടെ അമ്മയുടെ ഒരു ഗ്രേസാണ്, ഒരു അനുഗ്രഹമാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുവാൻ സാധിക്കുകയും നാളെ സന്തോഷത്തോടെ ഇവിടെ വന്ന് ഇന്ന് അമ്മയോട് നന്ദി പറയുവാനും അവർക്ക് സാധിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ വേറെ 2 ദിവസം മാത്രമാണ് കല്യാണത്തിനുണ്ടായിരുന്നത്. അവർക്ക് നഷ്ടപ്പെട്ടു പോയ ആ മന്ത്രകോടി അടങ്ങുന്ന ആ പെട്ടിയാണ് ഈശോയും അമ്മയും എത്രയോ പെട്ടെന്നാണ് അവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തത്. ഇതാണ് ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണം തിരിച്ചറിഞ്ഞ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനി നൽകുന്ന അനുഗ്രഹങ്ങൾ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്കും നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, ഈശോയും അമ്മയുമാണ്. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഒപ്പമുള്ളത്. നമുക്കും ദൈവത്തിലും ഈശോയിലും അമ്മയിലും ആശ്രയിച്ച് ഭയമില്ലാതെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയുടെ അമ്മയുടെയും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജിജിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.